കൊച്ചിയിലെ കപ്പൽ അപകടം മൂലം ദുരിതത്തിലായിരിക്കുകയാണ് ഒരു കൂട്ടം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. അപകടത്തിന് പിന്നാലെ കടലിലെ മത്സ്യവിഭവങ്ങൾ കഴിക്കരുതെന്ന പ്രചാരണമാണ് മത്സ്യത്തൊഴിലാളികളെ ഏറെ പ്രതിസന്ധിയിലാക്കിയത്. ട്രോളിംഗ് നിരോധന കാലം മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിക്കാലമാണ്. എന്നാൽ ഈ സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് ഇറങ്ങാറുണ്ട്. യന്ത്ര ബോട്ടുകളിൽ അല്ലാതെ പരമ്പരാഗത വള്ളങ്ങളിൽ മീൻ പിടിക്കാൻ തയ്യാറായിരിക്കുന്ന തൊഴിലാളികൾക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് കൊച്ചിയിലെ കപ്പൽ അപകടം. അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ കണ്ടെയ്നറുകളിലെ രാസവസ്തുക്കൾ കടലിൽ അലിഞ്ഞു ചേർന്നതിനാൽ കടൽ മത്സ്യം കഴിക്കുന്നത് അപകടമാണെന്ന പ്രചരണമാണ് തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുന്നത്. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം ആരംഭിക്കുമെന്നതിനാൽ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ വിലപ്പെട്ടതാണ്. 2 മാസത്തോളം നീളുന്ന ട്രോളിംഗ് നിരോധന കാലം ബോട്ടുകൾക്ക് തൊഴിലില്ലാത്ത കാലം. എന്നാൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന നാളുകളാണ് ട്രോളിംഗ് നിരോധന കാലം. ഈ 2 കൂട്ടർക്കും ഒരുപോലെ ഭീഷണിയായി തീരുകയാണ് കൊച്ചിയിലെ കപ്പൽ അപകടം. മത്സ്യവിഭവങ്ങൾ കഴിക്കരുതെന്ന പ്രചരണത്തെ തുടർന്ന് മത്സ്യക്കച്ചവടം വൻതോതിൽ കുറഞ്ഞ അവസ്ഥ. മത്സ്യക്ഷാമം, കാലവർഷം തുടങ്ങിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന തൊഴിലാളികൾക്ക് കപ്പൽ അപകടത്തിന് പേരുള്ള പ്രചരണം കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി തൊഴിലാളികൾ പറയുന്നു. സാധാരണക്കാരെ പൈസത്തടിക്കാൻ വേണ്ടിയാണ് അവർ ഇങ്ങനെ ഒരു ചാനൽ ആ വാർത്ത കൊടുത്തത്. പിറ്റേ ദിവസം പിന്നലെ പിന്നാത്ത അവർ തിരിച്ചിട്ടിട്ടുണ്ട് മീൻ കഴിക്കാമെന്നുള്ളത്. ഒരാളും ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞത് ഇനിയിപ്പോൾ എല്ലാ ഡോക്ടർമാർ ആരെങ്കിലും ഇതിനെക്കുറിച്ച് ഇന്നുവരെ ഒരു പഠനം നടത്തിയാൽ കുഴപ്പമില്ല. ഇത് പഠനം നടത്താണ്ട് വായ്പ പോലും പറയുന്നവർ മത്സ്യത്തൊഴിലാളികൾ ഈ ഒരുപാട് പൈസകളൊക്കെ ചിലവ് ചെയ്ത് ഇനിയിപ്പോൾ വരേണ്ട ഒരു സീസൺ പണിയാണ് ഈ പറഞ്ഞത്. അപ്പോൾ മീനൊക്കെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടാക്കിയ മുതലുകളൊക്കെ കടവും വിലയും കയറി നശിച്ചു പോകാനല്ലാതെ കണ്ടിട്ട് അതിനകത്തൊന്നും ഉണ്ടാവില്ല. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് പരമ്പരാഗത വള്ളങ്ങൾ വലയൊരുക്കി കാത്തിരിക്കുന്നത്. എന്നാൽ മത്സ്യങ്ങൾ കഴിക്കുന്നത് സുരക്ഷിതമല്ലെന്ന പ്രചരണമാണ് തൊഴിലാളികളെ പ്രതിസന്ധിയിലാക്കുന്നത്. മത്സ്യബന്ധന മേഖലയെ മൊത്തത്തിൽ ദോഷകരമായി ബാധിക്കുന്ന പ്രചരണങ്ങൾ തങ്ങളുടെ ഉപജീവനത്തെ തകർക്കുമെന്ന ആശങ്കയിലാണ് ഒരു കൂട്ടം തൊഴിലാളികൾ. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.